വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം എന്ന് പറയാനൊന്നുമില്ല. ഇനി ഇതെടുത്ത് പൊരിച്ച് കഴിഞ്ഞാൽ നന്നായി പാകത്തിൽ വെന്തുണ്ടാവും. ഇപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. പൊരിക്കലും കൂടെ കഴിഞ്ഞാൽ അതിലെ വാട്ടർ കണ്ടൻ്റൊക്കെ പോകും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അച്ചാറിൻ്റെ പാകത്തിൽ ഈ ബീഫ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണയൊക്കെ ഊറിപ്പോരണം. അത് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എണ്ണ ഊറിപ്പോരാൻ വേണ്ടിയിട്ട് ഒരു പണിയാണ്. ഒന്ന് ചെരിച്ച് വയ്ക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഊറിപ്പോകും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇറച്ചിയിൽ നിന്ന് ഇത്രയും വെളിച്ചെണ്ണ ഊറി വന്നിട്ടുണ്ട്. ഇറച്ചി പൊരിച്ചെന്ന് കടുക് പൊടിച്ചത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എണ്ണയിലല്ല, വറുത്ത് ചൂടാക്കിയെടുക്കുക. കടുക് ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. കരിയാതെ നോക്കുക. കടുക് ഉലുവയും കൂടെ ചൂടാകുമ്പോൾ നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ കൂടെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ അതിലെ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോകും. നല്ല സ്മെല്ലാണ് കേട്ടോ. എപ്പോഴും കയ്പ്പ് രുചി ഉണ്ടാക്കുന്നതാണ് കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പാകത്തിനിടാം. കായപ്പൊടി പൂപ്പലൊന്നും വരാതെ പ്രിസർവ്. കുരുമുളക് പൊടിയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഉപ്പും ചേർക്കും. പാകത്തിലും ഒരു പൊടിക്ക് കൂടുതൽ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അടുക്കള നിറയെ ആ സ്മെല്ലാണ്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ഈ എണ്ണയുടെ പാത്രത്തിൻ്റെ ഒരു ട്രയാങ്കുലർ ഫോമിൽ ഓപ്പണിങ് ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ അങ്ങനെ ഒരുപാടും അങ്ങോട്ട് ഒഴുകി പോവില്ല. ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എള്ളെണ്ണ. ആവുന്നതും അച്ചാറിൽ അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പൂപ്പൽ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അച്ചാർ മസാല ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി കുറേശ്ശെ പുകയുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യണം. കാരണം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പുകഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുപ്പ് മാറ്റി വയ്ക്കുക. അത് ചൂടില്ലാത്ത അടുപ്പിലേക്ക് വയ്ക്കുക. നന്നായി പൊരിച്ച് വെച്ച ഇറച്ചിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് തണുക്കുമ്പോൾ സുർക്കയും അല്പം എണ്ണയും മുകളിൽ ഒഴിച്ചിട്ട് കുപ്പിയിലേക്ക് വെക്കാം. അച്ചാറിടാനുള്ള കൂട്ട്, ഇറച്ചിക്കൂട്ട് തുറന്ന് വയ്ക്കണം തണുക്കും വരെ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ മൂടിമെന്ന് ഈർപ്പം വീഴും. അപ്പോൾ ഈർപ്പം മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇറച്ചി ആദ്യം വെള്ളം വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ അതിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി വറ്റിച്ചെടുത്തു. അതിലേക്ക് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. അത് നന്നായി വരട്ടിയെടുത്തു. അതിൽ വെളിച്ചെണ്ണ ഊറ്റി കളഞ്ഞു. വെളിച്ചെണ്ണയിലാണ് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ വെളിച്ചെണ്ണ ഊറ്റി കളഞ്ഞ് എടുത്തു വെച്ചു. പിന്നെ ബാക്കിയൊക്കെ ഇതിൽ വീഡിയോയിൽ കാണാം. ഇതിലേക്ക് ഇനി വിനീഗർ ആഡ് ചെയ്യണം. വിനീഗർ ഒഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിനീഗർ ഇത്തിരി കൂടി, അപ്പോൾ ഇത്തിരി പുളിപ്പ് കൂടി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വിനീഗർ ഉപയോഗിക്കുന്നുള്ളൂ. വിനീഗർ ഒഴിച്ചതിൻ്റെ മുകളിലായിട്ട് അല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ മുകളിൽ നിന്നോളും. അപ്പോൾ ഉപ്പിൽ വരാതിരിക്കും. ഉപ്പിൽ വരുന്നതാണ് അച്ചാറിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എപ്പോഴും അച്ചാറെടുക്കുമ്പോൾ മെയിനായിട്ടുള്ള കണ്ടെയ്നറിൽ, ചെറിയ കണ്ടെയ്നറിലേക്ക് അച്ചാറെടുത്ത് വെച്ചിട്ട് അതിൽ ഉണക്ക സ്പൂൺ ഇട്ടിട്ട് വേണം. അതിൽ വേണം മെയിൻ കണ്ടെയ്നറിലതെ ഉണക്ക സ്പൂൺ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാൻ. നനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൂത്ത് പോകും. അപ്പോൾ ചെറിയ കണ്ടെയ്നറിലേക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത് എടുക്കുക, കുറച്ച് എടുത്തിട്ട്. അപ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും വലിയ കണ്ടെയ്നർ തുറക്കേണ്ടി വരില്ല.